തിങ്ങി നിറഞ്ഞ സദസ്സിന് ദൃശ്യവിരുന്നൊരുക്കി ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം. ആഖ്യാനത്തിലെ പുതുമ കൊണ്ടും പരീക്ഷണങ്ങളിലൂടെയും ആസ്വാദകരെ കീഴടക്കിയ 6 നാടകങ്ങൾ ഇത്തവണയുണ്ടായിരുന്നു. തുടക്കം മുതൽ കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സദസ്സ് ഒഴിഞ്ഞു കണ്ടതേയില്ല. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം നടക്കുന്ന തളി സാമൂതിരി സ്കൂളിലെ ഭൂമിവേദിയിൽ രാവിലെ മുതൽ തിരക്ക് തുടങ്ങി. പാലക്കാട് വാടാനക്കുറിശി GHSSന്റെ ചാവുചരിതം എന്ന നാടകത്തോടെയായിരുന്നു തുടക്കം. മരണത്തിന്റെ കഥകൾ മാത്രം പറയുന്ന ആലീസ് ഒരു ദിവസം ഈഡിപ്പസ് രാജാവിന്റെ കഥ പറയുന്നു. മന്ത്രവാദവും നരബലിയും പറഞ്ഞ് കരിങ്കോഴി, TV കൊച്ചുബാവയുടെ സൂചിക്കുഴയിലെ യാക്കോബ്, അങ്ങനെ ആസ്വാദകരെ കയ്യിലെടുത്ത നാടകങ്ങളുടെ ഒരു നിര തന്നെ പിന്നാലെ എത്തി. ചില നാടകങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള തിയേറ്റർ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചില നാടകങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള, അതായത് തിയേറ്റർ കൺജസ്റ്റഡ് ആയി പോകുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കുട്ടികൾക്ക് പെരുമാറാനുള്ള, നാടകം എന്ന് പറയുന്നത് കുട്ടികളുടെ കലാരൂപമാണ് എന്നും നാടകം കണ്ണിന്റെ കലയാണ് എന്നും നമ്മെ അനുഭവിപ്പിക്കുന്ന രീതിയിലേക്ക് നാടകത്തെ കൊണ്ടുവരാൻ ചില സംവിധായകർക്കും അതേപോലെ അതിൽ പെരുമാറിയ കുട്ടികൾക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ചില നാടകങ്ങളുടെ പ്രത്യേകത. കാലിലെ പരിക്കുമായി മുഖ്യ കഥാപാത്രം യാക്കോബിനെ അവതരിപ്പിച്ച നിള തന്നെയായിരുന്നു ടീമിന്റെ ഊർജം. നാടകങ്ങൾ ഭൂരിഭാഗവും മികച്ച നിലവാരം പുലർത്തി. പരീക്ഷണങ്ങൾ കൊണ്ട് പലരും വിസ്മയിപ്പിച്ചപ്പോൾ ആവർത്തനങ്ങളിൽ ഒതുങ്ങിയവരും ഉണ്ടായിരുന്നു. പല നാടകങ്ങളും ഒരു പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് അതിന്റെ സെറ്റ്, അതിന്റെ പാറ്റേണുകൾ, രീതികളൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചില നാടകങ്ങളൊക്കെ ഉള്ളത്. മിക്കവാറും നാടകങ്ങൾ നല്ലൊരു 3-4 ഇപ്പോൾ കോക്കല്ലൂർ സ്കൂൾ പോലെയുള്ള ചില നാടകങ്ങൾ, അതുപോലെ കോഴിക്കോട് 1-2 നാടകങ്ങൾ മികച്ച നാടകമായിരുന്നു. അതുപോലെ തന്നെ ചക്ക എന്ന് പറയുന്ന ഒരു നാടകമൊക്കെ നല്ല നിലവാരം പുലർത്തി, സെറ്റ് കൊണ്ടും അതുപോലെ അഭിനേതാക്കളുടെ എനർജി കൊണ്ടൊക്കെ മികച്ച നിലവാരം പുലർത്തി നാടകമായിട്ട് തോന്നിയിട്ടുണ്ട്. രാത്രി ഏറെ വൈകും വരെ പിരിയാതെ നിന്ന ആൾക്കൂട്ടം നാടകവേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. നാടകം കാണാൻ തിങ്ങി നിറഞ്ഞ ഈ ആൾക്കൂട്ടം പറയും കോഴിക്കോടിന് നാടകത്തോടുള്ള അഭിനിവേശം എന്താണെന്ന്. ഒരുപിടി നല്ല നാടക പരീക്ഷണങ്ങൾ കണ്ട ഓർമ്മയിലാവും ഇവിടെ നിന്ന് ഈ ആൾക്കൂട്ടം മടങ്ങുക. കോഴിക്കോട് തളി സാമൂതിരി സ്കൂളിൽ നിന്ന് ശ്രീസി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ ശ്രദ്ധേയമായത് വയനാട്ടിലുള്ള ഗദ്ദികയായിരുന്നു. അവതരണത്തിലും താളമേളത്തിലും വേറിട്ട് നിന്ന ഗദ്ദിക തനത് ഗോത്രകല കൂടിയാണ്.
ചുവന്ന വസ്ത്രം ഉടുത്തുകെട്ടി ചീനിയിലും തുടിയിലും മണിയിലും താളം പിടിച്ച് കൽപ്പറ്റ SKM JHSലെ കുട്ടികൾ പാടിത്തുടങ്ങി. ആ താളം സദസ്സിലാകെ പടർന്നു. വയനാട്ടിലെ അടിയ സമുദായത്തിന്റെ പാരമ്പര്യ കലയാണ് ഗദ്ദിക. ഈ ഗദ്ദിക എന്ന് വെച്ചാൽ തന്നെ ശാന്തി എന്നാണ് അർത്ഥം. ഇത് ഒരു വീട്ടിൽ പ്രേതബാധ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കലയാണ് ഈ ഗദ്ദിക. അപ്പോൾ ഈ ഗദ്ദിക 3 തരമുണ്ട്. അതില് പൂജഗദ്ദികയാണ് ഞങ്ങൾ ചെയ്തത്. ഇങ്ങനെ 14 ദിവസത്തെ ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് ഈ വേഷമൊക്കെ ഇട്ടിട്ട് ഇറങ്ങും. ഈ ആണുങ്ങള് സ്ത്രീവേഷം കെട്ടിയിട്ട് മാരിയമ്മ ദേവിയെ വണങ്ങി സകല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിനാണ് ഈ ഗദ്ദിക ചെയ്തു വരുന്നത്. ഉണർവ് നാടൻ കലാ പഠന കേന്ദ്രത്തിലെ രമേശാണ് ഗദ്ദികയുടെ മുഖ്യ പരിശീലകൻ. ഗോത്രകലകളെ പരിപോഷിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ഗദ്ദിക അടക്കമുള്ളവയ്ക്ക് അനുഗ്രഹമായതെന്ന് ഇവർ പറയുന്നു. 14 വിഭാഗങ്ങളുണ്ട്. അതിന്റെ ഓരോ വിഭാഗങ്ങളും ഓരോ വർഷം കഴിഞ്ഞ വർഷം പണിയുമ്പോൾ അതിലുണ്ട്. കാസർഗോഡ് നടന്നു, അതിന് മുമ്പ് തൃശ്ശൂർ നടന്നതും ഇതുപോലെ ജൈനകുറുമ്പ് പാട്ടാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഓരോ പാട്ടുകൾ പരിചയപ്പെടുത്തുക. അതിൽ പ്രൈസല്ല മുഖ്യം, കുട്ടികൾക്ക് അതറിയാം, അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള സാധനം. ഫെലോഷിപ്പ് എല്ലാവരും വന്നതിന് ശേഷം കോമൺ ആയിട്ട് പ്രായഭേദമന്യേ പഠിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ജനകീയമായി എന്നുള്ള അപ്പോൾ സ്ത്രീകൾ വരെ ഇത് നൃത്തം ചെയ്യാറുണ്ട്. അതിന് പ്രശ്നങ്ങളൊന്നും വാമൊഴിയിലൂടെ മാത്രം പ്രചരിക്കപ്പെട്ട ഒരു കലാരൂപം കൗമാര കലോത്സവത്തിൽ ഒരു നാടിനെയും ഒരു കാലഘട്ടത്തെയും അടയാളപ്പെടുത്തി സർവ്വസ്വീകാര്യമായി മാറുമ്പോൾ ലഭിക്കുന്ന ആവേശം സമാനതകളില്ലാത്തതാണ്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നാടോടി നൃത്തവേദിയിൽ നോവായി അഭിനവ്. സാമ്പത്തിക പരാധീനത മൂലം 4ാം ക്ലാസ്സിൽ നൃത്ത പഠനം ഉപേക്ഷിച്ച അഭിനവ് ക്ലാസ് ടീച്ചറുടെ സഹായത്തോടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ അരങ്ങിലെത്തിയത്. സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് അഭിനവും അധ്യാപികയും. വയനാട്ടിലെ കരിന്തണ്ടന്റെ നീറുന്ന കഥ പറയുന്ന അഭിനവിന്റെ ജീവിതവും ഒരു കടങ്കഥയ്ക്ക് സമാനമാണ്. അച്ഛന്റെ രോഗം മൂലം കുഞ്ഞുനാളിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന അഭിനവിന് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതായി ഇത്തവണത്തെ കലോത്സവ വേദി. പ്ലസ് 2 എത്തിയപ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കലോത്സവ കയ്യിലെ കൊറോണയ്ക്ക് ശേഷം വരില്ലേ, അപ്പോൾ ടീച്ചർ ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു ഇങ്ങനെ അഭിനയം കളിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചറിനോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ടീച്ചറെ ഞാൻ ശ്രമിച്ചു നോക്കാറുണ്ട്. അങ്ങനെ ടീച്ചർ കാരണം സ്റ്റേറ്റ് വരെ എത്തിയതാണ്. ഡാൻസ് പഠനം നിർത്തിയപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. തുടർന്ന് പോകാൻ കഴിയാത്തതിൽ പിന്നെ അങ്ങനെ ഖേദിച്ചു. അച്ഛന് ചെറിയൊരു വയ്യായിക ഉണ്ട്. അപ്പോ ശരിക്ക് പറഞ്ഞേക്കാം ഒരു സ്റ്റേജിൽ കയറണമെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് വേണം. അപ്പൊ അതിന് കഴിയാതെ എല്ലാ മക്കളും പഠിക്കുമ്പോൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ പറ്റാത്തതിന്റെ വിഷമം എന്തായാലും ഉണ്ട്. മാഷും പറഞ്ഞു എങ്ങനെയും പറഞ്ഞയക്കാന്, പക്ഷെ അന്ന് തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് അച്ഛനും അമ്മയും ഞങ്ങള് വിചാരിച്ച അവിടെ വരെ എത്താൻ കഴിയില്ല. ടീച്ചർ മാത്രമാണ് എല്ലാത്തിനും കാരണം. ടീച്ചറാണ് മൊത്തം ചെലവും. ഇപ്പോ സ്റ്റേറ്റ് ജില്ലയിലും സബ് ജില്ലയിലും ഇവിടെ വരെ എത്തിയത് ഒക്കെ. മലപ്പുറം പൂക്കളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11ാം ക്ലാസ്സിലാണ് അഭിനവ്. അഭിനവിന്റെ വേദനയിൽ തണലായി ക്ലാസ് ടീച്ചറായ ആര്യ. സന്തോഷത്തിന്റെ കരച്ചിൽ തന്നെയാണ്. കാരണം എനിക്കൊരു കുട്ടിയെ സ്റ്റേറ്റിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ള ഒരു ആനന്ദ നിർവൃതിയുടെ കരച്ചിലാണ്, അല്ലാതെ വേറെ അല്ല. എന്താന്ന് അറിയത്തില്ല. കാരണം എന്റെ ഒരു ലക്ഷ്യം അതാണ്. ഒരു കുറച്ചെങ്കിലും കുട്ടികളെ സാമ്പത്തികമായിട്ട് പരാധീനതയിൽ നിൽക്കുന്നവരെ അവർക്കൊരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാൻ അധ്യാപന ജീവിതത്തില് ഈ കലാപരമായിട്ടുള്ള കാര്യത്തിന് ഇത്രയും മുൻതൂക്കം കൊടുക്കുന്നത്. അരങ്ങിലെ മിന്നും പ്രകടനം കൊണ്ട് കാണികളുടെ മനം കവർന്ന അഭിനവിന് നൃത്തപഠനം തുടരണമെന്നാണ് ആഗ്രഹം. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയാണ്. ഒരു കുഞ്ഞു നോവിന് പുറകെ ഒരു കുന്നോളം സന്തോഷം.
ഏതായാലും കലോത്സവ വേദിയിലെ ഇന്നത്തെ താരങ്ങൾ ഈ അധ്യാപികയും ഈ ശിഷ്യനുമാണ്. നാളത്തെ തലമുറ ഇവരെ കൂടെ കാണട്ടെ, പഠിക്കട്ടെ. കലോത്സവ വേദിയിൽ നിന്ന് അഖിലോട്ടുപാറയ്ക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കാഴ്ചയുടെ മാത്രമല്ല കേൾവിയുടെയും കൂടി ആഘോഷമാണ് കലോത്സവം. മിമിക്രി മത്സരവേദിയിലെ ശബ്ദങ്ങൾ അറിഞ്ഞ് ആസ്വദിക്കാനെത്തിയ ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. സംഗീത അധ്യാപകനായ മലപ്പുറം സ്വദേശി അബ്ദുൽ കരീം. നമുക്ക് ക്യാപ്റ്റൻ രാജു സാറിലോട്ട് പോകാം. സാർ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കാഴ്ചയുടെ മാത്രമല്ല കേൾവിയുടെ കൂടി ആഘോഷമാണ് കലോത്സവം. മിമിക്രി മത്സരവേദിയിൽ ശബ്ദങ്ങൾ അറിഞ്ഞ് ആസ്വദിക്കാനെത്തിയ ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. സംഗീത അധ്യാപകനായ മലപ്പുറം സ്വദേശി അബ്ദുൽ കരീം. കണ്ണല്ല കാതുകളാണ് അബ്ദുൽ കരീം മാഷിന്റെ സംവേദന ചാലകമാർഗങ്ങൾ. മത്സരം തുടങ്ങുന്നതിനും ഏറെ മുൻപേ മാഷ് സദസ്സിലെത്തിയിരുന്നു. കുട്ടികളുടെ ശബ്ദാനുകരണം ആസ്വദിച്ചും പ്രോത്സാഹിപ്പിച്ചും മാഷ് അങ്ങനെ സദസ്സിൽ. പള്ളിയിൽ നിന്ന് കുട്ടികളുടെ ഘോഷയാത്ര ഉണ്ട്. കുട്ടികളാണെങ്കിലോ ദഫ് മുണ്ടിക്കൊണ്ടായിരുന്നു വന്നത്. ഈ അമ്പലത്തിലെ വെടിക്കെട്ടുണ്ട്, നമുക്ക് കാണാൻ പോയത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ പ്രകടനം എന്ന ചോദ്യത്തിന് മാഷിന്റെ മറുപടി ഇങ്ങനെ. ഇപ്പൊ ഈ ഞാൻ കേട്ട ഈ 3 ഐറ്റത്തിലും ആദ്യത്തെ ഒരു പാർട്ടിസിപ്പന്റ് അങ്ങനെ ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ ബൈക്കിന്റെ ശബ്ദം, പിന്നെ എന്താണ് ആ ബോക്സിലെ മൂഡ്, അതൊക്കെ ഇങ്ങനെ വന്നതെന്നല്ലാതെ പിന്നെ രണ്ടാമത് ഒക്കെ വന്നത് പിന്നീട് എല്ലാവരും പ്രകൃതിപരമായിട്ട് വാഹനങ്ങളുടെ ശബ്ദം. അതെ, കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറണ്ടേ. പിന്നെ കേൾക്കുന്ന, അതായത് ഈ കേൾക്കുന്ന ഐറ്റംസ് തന്നെ കേൾക്കുമ്പോൾ ആസ്വാദകർക്കും കുറച്ച് ഒരു ഇതുണ്ടാവും. കാരണം ഒരു പുതുമ വേണ്ടേ. തനിയെയാണ് മാഷിന്റെ സഞ്ചാരം മുഴുവൻ. കലോത്സവ വേദികളിൽ നിന്ന് വേദികളിലേക്ക് കരീം മാഷ് സഞ്ചരിക്കുകയാണ്. അകക്കണ്ണുകൊണ്ട് കലോത്സവത്തിന്റെ ഉള്ളെറിഞ്ഞുകൊണ്ട്. ഷാഫിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മിമിക്രി സദസ്സിൽ കാണിയായി എത്തിയ ഒരു സെലിബ്രിറ്റിയുണ്ട്, സൂരജ് തേലക്കാട്ട്. മത്സരം കാണാനെത്തിയ സൂരജിനെ അത് കാര്യമായി കാണാൻ കഴിഞ്ഞില്ല. കാരണം ചുറ്റും ആരാധകരുടെ പ്രളയമായിരുന്നു. സൂരജ് തേലക്കാട്ട് ന്യൂസ് 18-നൊപ്പം അല്പസമയം പങ്കുവച്ചു. കലോത്സവത്തിന്റെ മിമിക്രി വേദിയിലേക്ക് ഇന്ന് ചെറിയ ഒരു വലിയ സൂപ്പർ സ്റ്റാർ എത്തി. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സൂരജ്. മലപ്പുറത്തുനിന്ന് കലോത്സവം കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അതെ, ഇങ്ങോട്ട് പോകുന്നു. വളരെ അടുത്ത് തന്നെയാണ്, നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്, കോഴിക്കോടാണ് നടക്കുന്നത്. അപ്പോൾ വളരെ അധികം സന്തോഷം. കാരണം കൊറോണയും പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ കലോത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ 52-53 കലോത്സവത്തിലാണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ അയച്ചു തന്നു. അപ്പോൾ അപ്പോഴാണ് ശരിയാണല്ലോ, കലോത്സവം തുടങ്ങുകയാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാനുള്ള ആ ഒരു മൂഡ് കിട്ടിയത് അപ്പോഴാണ്. അപ്പോൾ ഫ്രീ ആയിരുന്നു, അപ്പോൾ വന്നാ. അതെ അതെ, വളരെയധികം സന്തോഷമുണ്ട്. പിള്ളേരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മുമ്പ് പങ്കെടുത്തത് ഏത് കലോത്സവത്തിലേക്കാണ്? അന്നത്തെ ഒരു അനുഭവം? 52-53 കലോത്സവമായിരുന്നു. അപ്പോൾ അത് തൃശ്ശൂർ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്തും വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. അന്നത്തെ മിമിക്രിയും ഇന്നത്തെ കുട്ടികളെ മിമിക്രിയും കാണുമ്പോൾ എന്തൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ട്? ഇല്ല, കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വേണമല്ലോ. അപ്പോൾ അതുണ്ടായിട്ടുണ്ട്. ചിലരിപ്പം നമ്മൾ കേട്ട ആ ശബ്ദം എടുക്കുന്നവരുണ്ട്. അതെ, അല്ല അതൊക്കെ നാച്ചുറൽ സൗണ്ടുകളാണല്ലോ, അപ്പോൾ അതൊക്കെ വേണം. അപ്പോൾ നന്നായിട്ട് പോകുന്നു. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ ഡിജിറ്റൽ സൗണ്ടുകൾ അനുകരിക്കുന്നതിനെ ഒരു വിമർശനമായിട്ട് പലരും ഉന്നയിക്കുന്നുണ്ട്. അത് എന്താ സൂരജിന്റെ അഭിപ്രായം? അല്ല, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ സൗണ്ടും മിമിക്രിയാണ്. ഇതിപ്പോ നമ്മള് തൊണ്ട കൊണ്ട് എടുക്കുന്ന ശബ്ദമാണ്. അപ്പൊ അതിൻ്റെതായ ഇത് കൊടുക്കണം, അംഗീകാരം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ, അത് നല്ലതല്ലേ. ഇവിടെ വന്നപ്പോ മുതൽ കാണാണ് സൂരജിന് പരിപാടി കാണാൻ പറ്റുന്നില്ല. എല്ലാരും ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ, തിരിഞ്ഞിരിക്കും, ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ എങ്ങനെ തോന്നുന്നു? എന്താ സന്തോഷമുണ്ട്. പിന്നെ പരിപാടി കാണാനല്ലോ, രണ്ടും കൂടി നടക്കട്ടെ. എന്നാലും മുൻപൊരു കലാ പരിപാടിക്ക് ഒരു പാർട്ടിസിപ്പന്റായി വന്ന സ്ഥാനത്ത് ഇപ്പൊ ഒരു ചെറിയ സെലിബ്രിറ്റി ആയിട്ടൊക്കെ വരുമ്പോ അതുണ്ടാക്കുന്ന ഒരു 10 വർഷത്തെ ഒരു മാറ്റം അല്ലേ? അതെ, നല്ലൊരു മാറ്റമായിരുന്നു. നന്ദി എല്ലാവർക്കും. അതെ, സൂര്യന്റെ ശബ്ദമാണ് ഇതിന്റെ ഒരു സൂരജിന്റെ വളർച്ചയ്ക്കെല്ലാം നിദാനമാണ്. എന്തൊക്കെയാണ് ഈ ശബ്ദ അനുകരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അല്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വിടാതെ പിന്തുടരുക. അപ്പോൾ നമ്മൾ വിജയിക്കും, വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പറയാനുള്ളത്.
ഈ വേദിയിൽ അണിനിരന്നൊക്കെ എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ് സൂരജ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, കലാപരിപാടികളിൽ തങ്ങളാൽ കഴിയുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുക. അദ്ദേഹത്തിന്റെ ഉപദേശം നേടിയിട്ട് നിരവധി പേര് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാണെങ്കിലും കലോത്സവ വേദിയിൽ നിന്നും വളരെ മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഷാഫിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഗിറ്റാർ മത്സരവേദിയിൽ A ഗ്രേഡ് ലഭിച്ച മാത്യു ജോർജിന്റെ വിശേഷങ്ങൾ കാണാം. ആലപ്പുഴ അരൂർ സ്വദേശിയാണ് മാത്യു. സുവി വിശ്വനാഥന്റെ റിപ്പോർട്ട്. ഗിറ്റാറിൽ A ഗ്രേഡ് നേടിയ ഒരു കൊച്ചുമിടുക്കൻ നമ്മോടൊപ്പമുണ്ട്. അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മാത്യു ജോർജ് ആണ് A ഗ്രേഡ് നേടിയിരിക്കുന്നത്. ഏതായാലും മാത്യു നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഗിറ്റാറിലേക്ക് എത്തുന്നതും പരിശീലനം എങ്ങനെയായിരുന്നു? ഞാനൊരു UKG മുതൽ ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് സ്പ്രിംഗ് ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമിയിൽ സൈഫുദ്ദീൻ സാറിന്റെ കീഴിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടൻ നാഷണൽ അക്കാഡമി ഓഫ് മ്യൂസിക്കിൽ ഇവിടെ രവിപുരത്ത് അവിടെ ഞാൻ ഗ്രേഡ് ചെയ്യുമായിരുന്നു. ഒരു 5th ഗ്രേഡ് വരെ ചെയ്തു. ഏതായാലും ഒന്ന് നമുക്ക് വായിച്ചു തരാമോ? എന്തായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന് വായിച്ചതെന്ന് ഒന്ന് വായിക്കും. ഏതായാലും ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു സിനിമാ ഗാനം പാടാൻ പറ്റുമോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 438 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുൻപിൽ. ആതിഥേയരായ കോഴിക്കോട് 435 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. പാലക്കാട് 432 പോയിന്റുകളോടെ 3ാം സ്ഥാനത്താണ്. കലോത്സവ വാർത്തകൾ അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും. നമസ്കാരം.